മഴ മഴ കുട കുട മഴ വന്ന നമ്മൾ നേരെ വയനാട് പോകും. വയനാട് എങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങിയാണ്. വെളുപ്പാങ്കാലത്ത് ഇറങ്ങി കേട്ടോ. നേരെ പതുക്കെ എല്ലാ വഴിയും കോഴിക്കോട് വഴിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാത്ത. രാവിലെ എല്ലാവരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ പൊങ്ങി, പിങ്കു കണ്ട പതുക്കെ പൊങ്ങി, ബാക്ക് നിറച്ച് ലഗേജാണ്. ഇപ്പോൾ വഴി കണ്ടാൽ മനസ്സിലാവില്ല എവിടെയാണ്. നമ്മൾ വയനാട് ചുരം കയറി തുടങ്ങി. വയനാട് ചുരത്തേക്കൂടെ പതുക്കെ 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 രണ്ട് സൈഡും ഫ്ലെക്സുകളുടെ കേന്ദ്രമാണ്. എല്ലാം എന്തേരം പരസ്യങ്ങളാണ്. പരസ്യ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഫുള്ള് പരസ്യം നോട്ടമാണ്. നേരെ അങ്ങോട്ട് കയറി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ചേട്ടൻ കണ്ടോ, ഞാൻ കുറേ നേരം ആ ചേട്ടൻ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി പോകുന്നത്. ചെറിയൊരു പിക്കപ്പ് പോലത്തെ വണ്ടിയാണല്ലോ, എന്താ സ്പീഡ്. ഫ്രണ്ടിലൊരു രാജാവ് പോകുന്നത് കേട്ടോ, നമ്മുടെ കേരള സർക്കാർ ഗണേശേട്ടൻ്റെ വണ്ടികൾ. KSRTC എന്താ കയറ്റം കയറുന്ന വലിക്കുന്നതെന്നറിയോ. പൊടിയുണ്ടോ പോകുന്നല്ലോ പോകുന്നത്, ബസ്സാണെന്ന് തോന്നുന്നില്ല. കണ്ടോ പോകുന്ന പോക്ക് കണ്ടോ. നമ്മൾ പതുക്കെ സൈഡിൽ കൂടെയുള്ള കാഴ്ചകളും കുരങ്ങന്മാരെയും പതുക്കെ കോടയൊക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. താഴേക്കുള്ള വ്യൂ ആ കയറ്റം കയറിയാണ് നമ്മൾ ഈ മേളിലെത്തിയേക്കുന്നത്. സാധാരണ പൊതുവേ ഇതിലേ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് വരാറുള്ളൂ, പക്ഷെ ഇന്ന് ബ്ലോക്ക് വന്നില്ല. അങ്ങനെ നമ്മൾ വയനാട്ടിലേക്ക് വിലക്കമൊക്കെ പറഞ്ഞ് പതുക്കെ കയറി. ക്ലൈമറ്റ് മാറി തുടങ്ങി കേട്ടോ. രാവിലെ വിശപ്പിൻ്റെ വിളി വന്നത്. എനിക്ക് രാവിലെ 2 പൊറോട്ട കഴിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് കയറിയതാണ്. കയറി കഴിച്ചു. ജീവിതത്തിൽ പറയാം കേട്ടോ, വയനാട് അത് കഴിഞ്ഞ് ഈ ഹോട്ടലിൽ ഒരു മനുഷ്യൻ കയറരുതേ. എന്തും അവരുണ്ടാക്കി തന്നിടത്തില്ല. രാവിലെ ഒരു മുട്ടക്കറി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ സബോള വരട്ടാതെ എടുത്ത് തന്നേക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറേ കുറ്റവും പറഞ്ഞ്, ടിപ്പിക്കൽ മലയാളിയാണല്ലോ, എന്ത് കിട്ടിയാലും കുറ്റം പറയണമല്ലോ. അപ്പോൾ അതൊക്കെ നേരെ റൂമിലെത്തി. ആദിത്യ നേച്ചർ റിസോർട്ടാണ് നമ്മുടെ റിസോർട്ട്. വന്നപ്പോൾ തന്നെ ഇത് സ്ഥിരം കാണാറുള്ളതാണല്ലോ ഈ ക്യാമറയിലുള്ള ആൾക്കാരെയൊക്കെ. വന്ന് സ്ഥലങ്ങളൊക്കെ പതുക്കെ കണ്ടെത്തി. അവിടുന്ന് രാവിലെ തന്നെ ചാടി പതുക്കെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഒരു ലേക്കിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. ഈ കടകളിലൊക്കെയാണ് നോട്ടം. ഗാന്ധിഗ്രാമിൽ നിന്ന് നമുക്ക് തേൻ വാങ്ങണം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പതുക്കെ നടന്നു. പിങ്കു ഉറക്കമാണ്, വണ്ടി ഇരുന്നപ്പോൾ തന്നെ ഉറങ്ങി. പതുക്കെ നടന്നു. കുറച്ച് ചെടിയൊക്കെ നമ്മൾ കണ്ടു നോക്കി. നല്ല 2-3 ചെടിയൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ട് പതുക്കെ നോക്കുമ്പോൾ മേളിൽ വയനാട് എക്സ്പോ ബേർഡ്സ് ഡേ എന്നൊക്കെ പറഞ്ഞൊരു സൈറ്റും നേരെ മേളിൽ കയറിച്ചുണ്ട്. ഈ വയനാടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം എനിക്കിതാണ്. കുറേ ബേർഡ്സും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് പിങ്കുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അച്ഛയുടെ കയ്യൊന്ന് പോടാന്ന് പറഞ്ഞിട്ടാണ് പിങ്കു ബേർഡ്സിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ 3 പേരും കൂടെ ആ ബേർഡ്സിൻ്റെ ഇടയ്ക്ക് നല്ലപോലെ എൻജോയ് ചെയ്തു. തീറ്റ കൊടുക്കും, ബേർഡ്സ് ഓടി വരും. പലതരം തത്തകളൊക്കെ കണ്ടു. ഞാൻ കാണാത്ത ഐറ്റം തത്തകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഇവിടെ. ഈ വീഡിയോ ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നു. പൊന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടോ. എവിടെയൊക്കെ ഏതൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റണം എന്നറിയത്തില്ല, അതേപോലെ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇതുകൊണ്ട് ഒരു പുതിയ ഇഗ്നോ അങ്ങനെയാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാമ്പുകൾ, വെറൈറ്റി പാമ്പുകൾ, അങ്ങനെ പല 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 സാധനങ്ങളുണ്ട്. ഇത് ഡൈനോസറിൻ്റെ സാധനം, ഡൈനോസറിൻ്റെ കുഞ്ഞുങ്ങൾ, മീൻ. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇരിക്കുന്നുണ്ടോ. അതേപോലെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ബേർഡ്സിൻ്റെ വെറൈറ്റി ഗിനിപ്പന്നി, കുഞ്ഞു എലികൾ, ഇതിനെയൊക്കെ വളർത്താം എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. നമുക്കിത് കണ്ടു നടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ എക്സ്പോ അവിടുത്തെ ഒരു മെയിൻ ഐറ്റമായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ 100-120 രൂപ അങ്ങോട്ടായിരുന്നു അതിനകത്ത് കയറുന്ന പാസ്. പക്ഷെ നമ്മൾ കാണാത്ത തരം ജീവികൾ, പക്ഷികൾ, തത്തകളുടെ ഒരുപാട് കൂമ്പാരമുണ്ട്. അത്രയും വെറൈറ്റി തത്തകളെ ഞങ്ങൾ കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് പതുക്കെ ബോട്ടിങ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പതുക്കെ ആദ്യം കയറിയ പാർക്ക് കണ്ടപ്പോഴേ പിങ്കു പിന്നെ വിടുന്നു. കുരങ്ങന്മാരുടെ ആണെങ്കിൽ ശല്യം. കുരങ്ങന്മാരാണെങ്കിൽ കൂട്ടുകാരെ കിട്ടിയല്ലോ, പൊന്നെ കാണുമ്പോൾ ചിരിച്ചിരിച്ച് കാണുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു ബോട്ടൊക്കെ എടുത്ത് പതുക്കെ ഇറങ്ങി. പിങ്കുവിനെ പിടിച്ച് വെക്കുക എന്നുള്ളതാണ് ഇവിടെ. ജാക്കറ്റ് ഒന്നുമില്ല പിങ്കുവിന്. നമുക്ക് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിങ്കു അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയുടെ ഈ ട്രെയിൻ അല്ല നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മുടെ ബോട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കും. അവിടെ നമ്മളിങ്ങനെ പതുക്കെ അതിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് ഹണി മ്യൂസിയം കാണാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ഇറക്കി. ഞാൻ പ്രതീക്ഷ ഹണി മ്യൂസിയം എന്നൊക്കെ പറഞ്ഞ തേനീച്ചയൊക്കെ ജീവനോടെ വെച്ചെന്നുള്ള സംഭവം. തേൻ വാങ്ങിപ്പിക്കാൻ വേണ്ടി പറ്റിയുള്ളൊരു മ്യൂസിയം. അവർ കുറേ കഥകൾ പറയും തേൻ്റെ കാര്യങ്ങൾ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ചാടി ഒരു ഹോട്ടലിൽ പോയേക്കാൻ ഓർത്തു. ഹോട്ടലിൽ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പോത്തുംകാല് കഴിക്കുക. വയനാട് വന്ന പോത്തുംകാല് കഴിക്കാതെ പോകുന്ന ആൾക്കാരല്ലല്ലോ. ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ സാധനം ഇങ്ങോട്ട് വന്നു. ഈ ഇരിക്കുന്നത് കണ്ട എന്തുവാന്നുള്ളത്. ഇത് കഴിച്ചാൽ കൊളസ്ട്രോൾ 200 ആണെങ്കിൽ 500-ലെത്തും. അതേപോലെ നെയ്യൊരു സാധനം, ഒരു ആവറേജ് സാധനം കൊള്ളാം. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ഇത് മൊത്തം പിങ്കുവിൻ്റെ കൂട്ടുകാരാണ്. രാത്രി പിങ്കു വന്നു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് നൈറ്റ് ആംബിയൻസ് ആണ് നമ്മുടെ റിസോർട്ടിൻ്റെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റിസോർട്ടിനകത്തോടൊക്കെ നമ്മളിങ്ങനെ നൈറ്റ് ഇങ്ങനെ ഇറങ്ങും. നമ്മുടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഈ ലൈറ്റൊക്കെ ഉണ്ടോ, നമ്മുടെ സന്ദീപ് ബ്രോ സെറ്റ് ചെയ്തിട്ടേക്കുന്ന സാധനമാണ്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആദിത്യ നേച്ചർ റിസോർട്ട് വൈത്തിരിയാണ് റിസോർട്ട് വരുന്നത്. നൈറ്റ് ഫുഡ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫിൻ്റെ എൻജോയ് ഇതുണ്ടോ. അവിടെ പിങ്കുവിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ സന്ദീപ് ബ്രോ അവിടെ ചെന്ന് വീട്ടിൽ പോകാൻ പോലും പിങ്കു വിടുകയല്ലായിരുന്നു.
നമ്മൾ വൈകിട്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പത്ത് ക്ലൈമറ്റൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, എവിടെ ചെന്നാലും നമുക്ക് ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഫുഡൊക്കെ അടിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ബൊഫേ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ പതുക്കെ ഫുഡൊക്കെ അടിച്ച് രാവിലെ അതിനകത്ത് ഇറങ്ങി. പിന്നെ നമുക്കൊരു നീരാട്ട്. പൂള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടുമല്ലോ. ഞാൻ മെയിൻ പൂളിനകത്ത് ചാടി. പൊന്നേയും പിങ്കുവിൻ്റെ സൈഡിലൊരു ചെറിയ കുളം പോലെ സെറ്റപ്പ് ഉണ്ട്, അതിനകത്ത് നിർത്തി. നീന്തൽ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ സൈഡിൽ നിന്ന് അവർ ചാടട്ടെ നിർത്തും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഫുഡൊക്കെ പിടിച്ച് അതൊക്കെ നമ്മൾ റിസോർട്ടിൻ്റെ അകത്തെ ആംബിയൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഇത് കയറി വരുമ്പോൾ ഉള്ളിടത്തെ രസം കേട്ടോ. ഇതാണ് റിസോർട്ട്. ഫസ്റ്റിൽ നമുക്ക് വണ്ടി കയറി വരാൻ പറ്റുള്ളൂ, അത്ര കയറ്റമാണ്. നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങിയാണ്, നൈറ്റായി. നമ്മൾ പതുക്കെ ഇങ്ങനെ തിരിച്ചങ്ങ് ഇറങ്ങി. റിസോർട്ടിൻ്റെ ആംബിയൻസ് ആണ്, കയറി വരുമ്പോൾ എൻട്രൻസ് ആണ്. സെക്യൂരിറ്റി ചേട്ടന്മാർ തൊട്ടിട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും അടിപൊളിയാണ്, നമ്മളോട് ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ റിസോർട്ടിൽ നിന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പതുക്കെ വീട് പിടിച്ചേക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. കാരണം 2 ദിവസമായി വന്നിട്ട് ഓഫീസിൻ്റെ വർക്കുകൾ കാര്യങ്ങൾ ഒരുപാട് പരിപാടികളുണ്ട്. നാട്ടിൽ ചെന്നിട്ട് ഇത് പതുക്കെ നമ്മൾ താഴെ ഇറങ്ങി. ഇതാണ് ആംബിയൻസ് അവിടെ വരുന്നത്. പോയ വഴിക്ക് സന്ദീപ് ബ്രോ പറഞ്ഞിട്ട് വാൾനട്ട് വാങ്ങുന്നൊരു സ്ഥലം, അവിടുത്തെ ഒരു കേക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കേക്കും ഒരു ജ്യൂസും വാങ്ങിച്ചു, ഷെയ്ക്ക്. പിന്നെ എവിടെ പോയാലും പൊന്നയ്ക്കും പിങ്കുവിനും ഷെയ്ക്ക് ഇല്ലാതൊരു ജീവിതമില്ല. ആദ്യം കടയിൽ കയറി കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഷാർജ ഷേക്ക് ഉണ്ടോ, ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടോ എന്നോ. ഷേക്കൊക്കെ കുടിച്ച് നൈറ്റ് ഞങ്ങളിങ്ങനെ വെടിയുണ്ട പോകുന്ന പോലെങ്കിൽ വന്നു. ഇതിപ്പോൾ ഏകദേശം അറിയാമല്ലോ എവിടെ എത്താറായിട്ടുണ്ടെന്ന്. നൈറ്റ് ഞങ്ങൾ പിന്നെ ഒത്തിരി ലോങ് ഒന്നും, പിന്നെ നൈറ്റ് ഇവർ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പതുക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റിലെത്തി. നമ്മുടെ ലോകത്തെത്തി എന്ന് പറയില്ല, അതോ ലോകത്തെത്തിയ പോലെ നമ്മൾ മടുത്ത് എങ്ങനെയും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മാത്രം എന്നുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കൂ.